ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെറും 4 സെൻറ്റ് സ്ഥലത്ത് 23 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ ലെങ്തി ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഉള്ളതെങ്കിൽ അവർക്കും കൂടി യോജിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് കേട്ടോ ഇത്. വീട് സ്ഥിതി ചെയ്യുന്നത് അരീക്കാട് ചോലയുടെ തൊട്ടടുത്താണ്. ഈ ഒരു വീടിനകത്ത് നിന്ന് ചോലയിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് കാണാം. വീടിൻ്റെ എലിവേഷനിലേക്ക് വരുമ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നൊരു ഭാഗം ഈ ഒരു വിൻഡോ വരുന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് ചെയ്തിട്ട് അതിൽ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ മുകളിൽ ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്, പിന്നെ GI വർക്കും വരുന്നുണ്ട്. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1650 അതുപോലെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഇത്രയും സ്പേസ് വരുന്നുണ്ട്. മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെന്താ ഇവിടെ സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് റെയിൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പോളികാർബൺ ഷീറ്റാണ്, താഴെ GI വർക്കാണ്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 2 ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വിരിച്ചിട്ടുള്ളത് കട്നി മാർബിളാണ്. സിറ്റ് ഔട്ടിൻ്റെ പില്ലറിലായിട്ട് കൊടുത്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ്. ഈ ഒരു ഭാഗത്ത് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത് 237 200 ഇവിടെ 2 വുഡൻ ചെയറുകൾ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് വിൻഡോയും ഡോറും വന്നിട്ടുള്ളത്. ഒരു സിംഗിൾ വിൻഡോ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ടീക്ക് വുഡിൽ ഡബിൾ ഡോറായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ 2 ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലെങ്തി ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയയിലേക്കാണ്. മുകളിൽ നല്ല ഭംഗിയുള്ള ജിപ്സൺ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. 6 സീറ്റിൻ്റെ സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. വിൻഡോസിൽ സീബ്ര ബ്ലിൻസ് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വാളിൽ ഇങ്ങനെയൊരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 237 487 ഇനി നമ്മൾ നേരെ വരുമ്പം സ്റ്റെയറാണ് കാണുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു സ്റ്റെയറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഡൈനിങ്, ബെഡ്റൂം, കിച്ചൺ എന്നിവ വന്നിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് കോമൺ ബാത്റൂമും ബെഡ്റൂമും വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കാണ് കിച്ചൺ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നത് 617 330 ഡൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വുഡൻ ചെയറുകളാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർഗോള ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് കൊടുത്തിട്ട് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം കാണാം. ഇവിടെ ഒരു ചെറിയ പാസേജ് നൽകിയിട്ട് അതിൽ നിന്നാണ് ബെഡ്റൂമിലേക്കും ബാത്റൂമിലേക്കുള്ള ഡോറ് വന്നിട്ടുള്ളത്. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 220 120 കേട്ടോ. ലെങ്തി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2x4 ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ 2x2 ടൈലുമാണ് കേട്ടോ. ഇനി ബെഡ്റൂം കാണാം. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 360 320 ഇവിടെ ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും വലിയ വിൻഡോ ആണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള കോട്ടാണ് നൽകിയിട്ടുള്ളത്. കോട്ടിന് സൈഡിലായിട്ട് ഷെൽഫ് നൽകിയിട്ടുണ്ട്. കടന്നു വരുന്ന ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് മുകളിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഈ ഒരു പാസേജിൻ്റെ വാളിലായിട്ട് ഇങ്ങനെയൊരു മൾട്ടിവുഡ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ് കേട്ടോ. അതിൽ വുഡിൻ്റെ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതാ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകൾ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെയാണ് വാഷ് മെഷീനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ വന്നിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് PVC പാനൽ കൊണ്ടാണ്. നല്ല ഭംഗിയുള്ളൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് കടക്കുന്നത്. വിറകടുപ്പോട് കൂടിയിട്ടുള്ള ഒരൊറ്റ കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ സൈസ് വരുന്നത് 326x290 ഇതിലൊരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ക്യാബിനറ്റും വരുന്നുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഇവിടെ വരുന്നുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റാണ് ടോപ്പിന് നൽകിയിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു സൈഡിലാണ് സ്റ്റൗ നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ത്രിബിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വിറകടുപ്പ് വന്നിട്ടുള്ളത്. ഇരുമ്പിൻ്റെ അടുപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു അടുപ്പിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇൻഷാ അല്ലാഹ് നമ്മുടെ കിച്ചൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പുറത്തേക്കുള്ള ഡോറാണ്. ഈ ഒരു ഭാഗത്താണ് സ്റ്റോർ റൂം വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്റ്റോർ വാൾ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഫെറോ സിമെൻറ്റിൻ്റെ തട്ടുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരല്പം വീതിയിൽ എടുത്തിട്ടുണ്ട്. അത് ബോറായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് കൂടി ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ലാൻഡിങ്ങിൽ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോലയിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു ബാൽക്കണിയിൽ നിന്ന് കൂടിയുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. ഇത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മൾ നേരെ സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു ഹാളാണ്. ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ സ്റ്റെയറിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വെറും 4 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. റൂമിലേക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൽ നിന്നാണ് ഒരു ബാൽക്കണി വരുന്നത്. ഇവിടെ നിന്ന് ഒരു വിൻഡോയും ആ ഭാഗത്തേക്ക് തന്നെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു സ്പേസാണ് വരുന്നത്. മുകളിൽ പോളികാർബൺ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട്. അരീക്കാട് സ്കൂളിലെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത് ഈ ഒരു കുളത്തിൽ നിന്നാണ് കേട്ടോ. ഇപ്പം സമയം വൈകുന്നേരം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഈ സമയത്തും ആളുകളും കുട്ടികളൊക്കെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.
ഹാളിൻ്റെ ഈ ഒരു സൈഡിലിതാ ഇവിടെ ദിവാൻ കോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്താണ് ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വിൻഡോ വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. ഇവിടെ 2 ബെഡ്റൂമിൻ്റെയും സെൻട്രലായിട്ടാണ് കോമൺ ബാത്റൂം ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള കോമൺ ബാത്റൂമിൻ്റെ സെയിം അളവ് തന്നെയാണ്. അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ടൈലിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ബെഡ്റൂം കാണാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ ഭാഗത്തും സെയിം വാർഡ്രോബ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ടിന് സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് 2x4 ടൈലാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്താണ് ബാൽക്കണി വന്നിട്ടുള്ളത്. ഈ ഒരു ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് ആഞ്ഞലി വുഡിലാണ് കേട്ടോ. താഴെ വന്നിട്ടുള്ള സിറ്റ് ഔട്ടിൻ്റെ അതേ വലുപ്പത്തിലാണ് ഈ ഒരു ബാൽക്കണിയും വന്നിട്ടുള്ളത്. ഇവിടെ ജിഐയുടെ ആൻഡ്രയിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു നല്ല വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.